ഓ ഡാഡി. ഹലോ ഡാഡി. ഹലോ. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഡാഡി. അതെന്താ മോനെ, നിന്റെ കാലിന് റെന്റ് കൊടുത്തോ? ഓ ഡാഡി. എന്തോ? ഡാഡിക്ക് കൊച്ചിലെ ആരുടെയും കയ്യിൽ നിന്ന് ചെവിക്കല്ല് തടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അത് സ്വന്തം മോന്റെ കയ്യിൽ നിന്ന് തന്നെ വേണോ? വേണ്ട. വേണ്ടല്ലേ? വേണ്ട. പിന്നെ മുണഞ്ഞ വർത്താനം പറയരുത് കേട്ടോ. കേട്ടോ ഡാഡി, ഞാൻ അതല്ല പറഞ്ഞത്. എനിക്ക് പൂരത്തിൽ പിറന്നൊരു കുഞ്ഞു വേണമെന്ന് ഡാഡിയോട് ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞിരുന്നു. അത് ആശുപത്രി വെച്ച് ആ ഇടുക്കിക്കാരൻ കൊണ്ടുപോയി. അതെ അതെ. അവന് വെച്ചടി കേറ്റവും എനിക്ക് വെച്ചടി ഇറക്കവും. എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല ഡാഡി. അതുകൊണ്ട് തിരിച്ച് ഞാൻ USA തന്നെ തിരിച്ച് മടങ്ങി പോവുകയാണ്. അതാണ് നിനക്ക് നല്ലത്. ഡാഡിയുടെ എല്ലാ അനുഗ്രഹവും വേണം. എല്ലാ അനുഗ്രഹവും. ഓക്കെ ഡാഡി, ഓക്കെ. गाड़ी नंबर 16306 थानानूर एर्नाकुलम इंटरसिटी एक्सप्रेस थोड़ी ही देर में आलवाड़ स्टेशन प्लेटफॉर्म नंबर 1 पर आएगी. ദൈവമേ, ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നോ അതോ എയർപോർട്ടിലാണോ? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സദയം ക്ഷമിക്കുക. വിമാനത്താവളത്തിന്റെ സൗണ്ട് സിസ്റ്റം കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ സാധനം നിങ്ങൾ കേട്ടത്. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ നിന്നും വന്ന കണ്ണൻ എന്ന യുവാവിന് ഭാര്യ കുഞ്ഞുമണി കൊടുത്ത അച്ചപ്പം ആരോ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് കസ്റ്റംസിന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അച്ചപ്പം ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയെങ്കിൽ കണ്ണന് തിരിച്ചു കൊടുത്ത് വിമാനത്താവളത്തിന്റെ സമാധാന അന്തരീക്ഷം തിരിച്ചു നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. കണ്ണൻ, കുഞ്ഞുമണി, അച്ചപ്പം, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ചേട്ടായിയേ. അയ്യോ കാലൻ. അയ്യോ. ഇത് കട്ടപ്പന ചന്തയായിരുന്നെങ്കിൽ ആരോടെങ്കിലൊക്കെ ചോദിക്കായിരുന്നു. വലിയ കാര്യം. ഇതിപ്പോ ആരോട് ചോദിക്കുന്നുള്ളതാ. എന്റെ ദൈവം, അവിടെ ഇവിടെയൊക്കെ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. മലയാളികൾക്ക് ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നുന്നത്. ഇതിപ്പോ സംസാരിക്കാനും കാര്യമില്ല. ചേട്ടായിയേ, ഓ, ഈ ഫ്ലൈറ്റ് എപ്പോ എടുക്കും? എനിക്കറിയാൻ പാടില്ല. അയ്യോ, അറിയാൻ പാടില്ലേ? ഇല്ല. എന്നാ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരുന്നാലോ? അയ്യോ, അതിനും പറ്റത്തില്ല. കാരണം ഞാനൊരു പഞ്ചാബിക്കാരനാണ്. എനിക്ക് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. അയ്യോടാ, അത് വലിയ കഷ്ടായിപ്പോയി. ഇത് ചേട്ടായിക്ക് ഹിന്ദി അറിയുള്ളൂ, എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. നമ്മൾ തമ്മിൽ എങ്ങനെ ആശയവിനിമയം നടക്കും? അയ്യോ, കമ്മ്യൂണിക്കേഷൻ പാടാ. ഭയങ്കര പാടാ. അത് ഞാൻ ഏതെങ്കിലും മലയാളീനെ ഓക്കെ ആണ്ടേ. എന്തോ എന്തോ നിന്നെ ആരാ എന്നെ തപ്പി ഇങ്ങോട്ട് വിടുന്നേ? എന്നാ തപ്പുവാ? എന്റെ ദേഹത്ത് GPS വല്ലതും നീ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴി മുഴുവൻ നീ എന്തിനാണ് വന്നു കയറുന്നത്? ഇതിപ്പോ ചേട്ടായിനെ കണ്ടപ്പോ സമ്മാനപ്പൊതി പൊട്ടിച്ച സാധനമായി പോയല്ലോ. സമ്മാനപ്പൊതി പൊട്ടിച്ചെന്നു? ചേട്ടാ, അങ്ങനെ സമ്മാനപ്പൊതി പൊട്ടിക്കുമ്പോൾ നമ്മളൊരു സാധനം അടിക്കുമല്ലോ. അത് സർപ്രൈസ്. ആ സാധനമായി പോയല്ലോ ചേട്ടായിനെ കണ്ടപ്പോഴേക്ക്. എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി. എന്റെ പൊന്നി ചേട്ടായി, അന്ന് പൂരത്തിൽ കൊച്ചി എനിച്ച പിന്നെ ഉണ്ടല്ലോ ഭയങ്കര ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ചേട്ടായി വിചാരിക്കണം ഐശ്വര്യല്ല. ഈ കൊച്ചെന്ന് പറഞ്ഞോണ്ടല്ലോ തങ്കമ്മോരത്തെ കൊച്ച. ഇപ്പൊ കുഞ്ഞുമണിയുടെ വീട്ടുകാർക്ക് എങ്ങനെ എന്നെ നോക്കണമെന്ന് അറിയാമോ? തങ്കമ്മോരത്തെ ഒരു മനുഷ്യനായിട്ട് നേരത്തെ കണ്ടാൽ പോലും മിണ്ടത്തില്ലായിരുന്നു ചേട്ടായിയെ. ഇപ്പൊ അന്ന് ചേട്ടായിനെ കണ്ടതും അന്ന് ഡോക്ടറിനെ കണ്ടതും വലിയ കാര്യം. ഇനി നീ ഇവിടെ കണ്ട് എന്നെ ഒറ്റ വെച്ച എന്റെ അമ്മച്ചി സത്യം ദാണ്ട് ആ കിടക്കുന്ന ഫ്ലൈറ്റിൽ ഞാൻ തലവെക്കും. സത്യമായിട്ടും നീ കുറെ നാളെ എന്നെ ദ്രോഹിക്കുന്നത്. എന്റെ പൊന്നിയേട്ടാ, ഇത്തവണ ദ്രോഹിക്കാമെന്നല്ല, എനിക്ക് ദുബായിൽ ജോലി കിട്ടി. എന്തായിട്ടാ? പെർഫ്യൂം കടയിലെ കണക്കപ്പിള്ള. അതല്ലേ? അതാ. എന്റെ പൊന്നിയേട്ടാ, ഒരു ചീട്ടും കൂടെ എടുത്താൽ നമ്മുടെ കുഞ്ഞുമണീനെ കൊച്ചിനെയും കൂടി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമോ? ചീട്ടോ? ആ, എടാ, ചീട്ടെടുത്ത് കയറ്റാനായിട്ട് ഇത് കോട്ടയം ബസ് സ്റ്റാൻഡും ദാണ്ട് ആ കിടക്കുന്ന ജാക്കുലിയും ബസ്സും അല്ല. എടാ, ഇത് എയർപോർട്ടാ. എന്റെ പൊന്നിയേട്ടാ, എന്നെ അങ്ങനെ മണ്ടനാക്കാൻ നോക്കല്ലേ. അവളെ ഇരിക്കണ്ട, അവള് നിന്നോളും, കൊച്ചായിട്ട് നിന്നോളും. അമ്മ കൊച്ചായിട്ട് നിൽക്കണോ ആരെങ്കിലൊക്കെ എണീറ്റ് തരാണ്ടിരിക്കുവോ? ഫ്ലൈറ്റിലോ? ആ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. രക്ഷിച്ചോട്ടെ. അല്ല പിന്നെ ഞാൻ എന്നാ പറയാനാ? ഞാനിവിടെ എത്തിക്കും. ഇല്ല ബോസ്, എന്നെ കണ്ട കില്ലറായിട്ട് ആർക്കും തോന്നത്തില്ല. എന്ത്? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ ബോസ്, ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇറ്റ്സ് എ പ്ലഷർ. എക്സ്ക്യൂസ് മീ ജെന്റിൽമാൻ, എന്നെ കണ്ടാൽ ഒരു കില്ലറായി തോന്നും? കില്ലറായിട്ട് തോന്നില്ല, പിന്നെ ഒരു കിളി പോയവനായിട്ട് തോന്നും. താങ്ക് യു. കേട്ടില്ല ബോസ്, എന്നെ കണ്ട ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ ജെന്റിൽമാൻ, ഒന്ന് ചിരിക്കുവോ? നൈസ് സ്മൈൽ ബോസ്. നമ്മൾ കൊല്ലാൻ പ്ലാൻ ചെയ്ത പന്നി കൂടി ഇരിപ്പുണ്ട്. ആ പന്നി മാത്രമല്ല, ഏതോ ഒരു ടർക്കി കോഴിയും കൂടെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ പന്നിയും കൊല്ലും ടർക്കി കോഴിയും കൊല്ലും ഞാൻ തിരിച്ചങ്ങോട്ട് വരും. ഓക്കെ ബോസ്. ഇത് നിന്റെ ആരെങ്കിലും വന്നോ? എന്റെ കാര്യമല്ല. ഞാൻ അങ്ങനെ വെച്ചാ റെയിൻ കോട്ട് ഇട്ട് വന്നിരിക്കുന്നു. അയ്യോ, മീഷോ നോട്ട് ചെയ്ത ലൂസിഫർ പോലെ ഉണ്ടല്ലേ. അയ്യോ, ചിരിക്കുന്ന ചിരി കണ്ടോ? ലൂസിഫർ എന്ന് ഞാനല്ല പറഞ്ഞു, അവനാ പറഞ്ഞു. അങ്ങോട്ട് നോക്ക്, അവനെ നോക്ക്, ഞാനല്ല അവനാ പറഞ്ഞു. കുറച്ചു നേരം അങ്ങോട്ട് നോക്കി. ചേട്ടാ, ഇത് എവിടെന്നാ? ഇത് പിന്നെ എനിക്ക് മനസ്സിലായില്ല. സ്ഥലം എവിടെന്നാ?
ചേട്ടയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഇത് ചേട്ടായി ബുക്ക് ചെയ്ത സീറ്റല്ലേ? ഇപ്പൊ ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എവിടെ ഇരിക്കണ്ടേന്ന്. എന്താ പേര്? ബെന്നി താമരക്കുളം. ബെന്നി താമരക്കുളം. നൈസ്. എന്താ പേര്? കില്ലർ വിശ്വ. ഇല്ല വിഷു. ആര് പറഞ്ഞു കില്ലർ? നീ പറഞ്ഞു കില്ലർ. കില്ലർ എന്നല്ല പറഞ്ഞേ. നീ കില്ലർ എന്നല്ല പറഞ്ഞത്. കിണ്ണം വിശ്വ. കിണ്ണം വിശ്വ. കിണ്ണം വിഷു. കിണ്ണം വിശ്വ. അയ്യോ നല്ല കിടുക്കാച്ചി പേര് കേട്ടോ. കിണ്ണം വിഷു. കൊള്ളാം. എന്താ കിണ്ണത്തില്? നിന്റെ താമരക്കുളത്ത് എന്താ ഞാൻ ചോദിച്ചു? പിന്നെ നീ എന്താണ് എന്റെ കിണ്ണത്തിൽ എന്താ ചോദിക്കുന്നത്? എന്റെ കിണ്ണം പറഞ്ഞാൽ എന്റെ കിണ്ണമാണ്. കിണ്ണം വിശ്വം എന്ന് പറഞ്ഞാൽ കിണ്ണം വിശ്വം. അതിൽ കൂടുതൽ സംസാരിക്കാൻ പാടില്ല. എന്തിനീ വാവളന്ന് കരയണത്? ഇന്നലെ എന്റെ പപ്പയുടെ ഓർമ്മ ദിവസമായിരുന്നു. അതിനിപ്പോഴാണോ കരയണത്? ഇന്ന് അത് ഓർമ്മ വന്നു. ആണ്ടടാ. ബിസിനസ് ക്ലാസ്സിലാണോ യാത്ര ചെയ്യുന്നത്? അല്ല എക്കണോമിക്കാ. എക്കണോമിക്കാണോ? അതെ. ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യും. ആണല്ലേ? കാശുള്ള ടീമാന്ന് തോന്നുന്നു. ഫ്രണ്ട്ഷിപ്പ് പഠിക്കാം. ചേട്ടായിയേ. ചേട്ടായിയെന്നോ? എന്റെ ദൈവമേ, അവന്റെ കൂട്ടുകൂടി നാക്കി ചേട്ടായിന്ന്. ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്നാ? ഓ എന്റെ തിമി എന്റെ പെട്ടി. ഒരു കാര്യം ചോദിച്ചോട്ടെ. ആരെടുത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ആള് മനക്കമില്ലാത്ത സ്ഥലം എവിടെയാണുള്ളത്? ആള് വനക്കോ ഇല്ല സ്ഥലം. ബാത്റൂം ഉണ്ടല്ലോ. ബാത്റൂം ഉണ്ട്. ആ. നമുക്ക് രണ്ടാൾ കൂടെ അവിടെ വരുന്നു പോയാലോ? എന്തിനാ? ഒന്നിച്ച് മൂത്രമൊഴിക്കും. എന്തിന്? രസായിരിക്കും. രസായിരിക്കും. എന്റെ ഒരു ഉദ്ദേശം നടക്കത്തില്ല. വൃത്തി കേട്ടവനെ. അതാണ് കേട്ടവനെ. പോളാ അവിടുന്ന്. ഡാഡി വിളിക്കുന്നു. ഡാഡി. പ്ലാൻ എ. ഹലോ. ഹലോ ബോസ്, ഞാൻ എന്റെ ഉദ്യോഗത്തിന്റെ ഏറ്റവും ഫ്രണ്ട് അറ്റം വരെ എത്തിക്കഴിഞ്ഞു. ഓ ബ്രില്യന്റ്. താങ്ക് യു ബോസ്. അവനെ എങ്ങനെയാണ് കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാൻ നേരെ എന്റെ കയ്യിൽ ക്ലോറോഫോം അവനെ മണപ്പിക്കുന്നു, അവനെ കൊല്ലുന്നു. എത്രയും പെട്ടെന്ന് അവനെ കൊല്ലൂ. ഈ ക്ലോറോഫോം ഓക്കെ. വേറെന്താ ഡാഡി? ഇങ്ങനെ തന്നെ അങ്ങ് പോകുന്നു. എന്താണ്? ഞാൻ കണ്ടിട്ട് പോലുമില്ല ഡാഡി. ആറാ ആരെ? ആറാ 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 അല്ല ആരോ തട്ടി. തട്ടിയില്ലേ? തോന്നിയതായിരിക്കും. അത് തോന്നിയതായിരിക്കും. ഞാൻ എപ്പോഴേ ഞാൻ പറഞ്ഞില്ല, എന്റെ ഈ പെട്ടിയും സാമാനങ്ങളും ഒക്കെ ഇത് വെച്ചിട്ട് ഇതിൽ എടുത്തു വെക്കാൻ പാടാണ്. ഇതൊക്കെ നേരെ തൂക്കുന്നു. അവന്റെ മരണം ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു. മരിക്കടാ, നിന്നെ ഈ ഭൂമിക്ക് ആവശ്യമില്ല, നീ മരിക്കേ. ബോസ്, എന്റെ ഉദ്യമം ഏകദേശം പൂർത്തിയായിരുന്നു. ദൈവദോഷം പറയില്ലല്ലോ. നല്ല ഓമനത്തുമുള്ള മുഖം, കൈയെടുക്കാനേ തോന്നുന്നില്ല. നിന്നെക്കാളും എത്രയോ ഭേദപാടാ ഇടുക്കിക്കാരൻ. അവനെ കൊണ്ട് വാകൊണ്ടുള്ള ശല്യമുള്ളൂ. നീ എന്നാക്കിയാണ് കാണിക്കണേ? ആരാ എന്റെ കൈ ഇവിടെ കൊണ്ടുവച്ച? നിന്റെ അച്ഛൻ. ഒച്ച വെക്കരുത്. ഒച്ച വെച്ച എയർപോർട്ടാണ്. ഒച്ച വെക്കരുത്. ഒച്ച വെച്ച വിഷയമാണ്. അറിയത്തില്ല. ഇത് പൊട്ടുവോ? പൊട്ടുവോ? മനസ്സിലായോ? തന്നെ മനസ്സിലായില്ല. മനസ്സിലായില്ല. സീരിയൽ കില്ലർ. ഏത് സീരിയല്? സീരിയലല്ല, സീരിയൽ കില്ലർ. അയ്യോ, താനെന്തിനാ ഇവിടെ വന്നേ? മനസ്സിലായില്ല. ഇല്ല. ഒരു ഓപ്ഷൻ തരട്ടെ? ഓപ്ഷൻ തരൂ. ഓപ്ഷൻ എ, നിന്നെ കൊല്ലാൻ വന്നവൻ. ഓപ്ഷൻ ബി, നിന്നെ മാത്രം കൊല്ലാൻ വന്നവൻ. ഓപ്ഷൻ സി, നിന്നെ തന്നെ കൊല്ലാൻ വന്നവൻ. ടഫ് ക്വസ്റ്റ്യൻ ആണല്ലോ ദൈവമേ. അതെ, തെറ്റായിട്ടുള്ള ഒരു രണ്ട് ഉത്തരം വായിച്ചു കളയാമോ? ഓപ്ഷൻ എയും സിയും വായിച്ചു കളഞ്ഞേക്കാം. ഓപ്ഷൻ സിയും പോയി പിന്നെ എന്നെ കൊല്ലാൻ വന്നവൻ. എന്നെ കൊല്ലല്ലേ. പൊന്നിത് എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഉള്ള ഫ്ലൈറ്റിന് മുമ്പിൽ ഒരു ബസ്സിൽ എഴുതി വെക്കണ പേരെങ്കിലും എഴുതി വെക്കണ്ടേ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ അങ്ങ് മൊത്തം നടന്നത് കിട്ടണമില്ല. നോക്കുള്ളൂ ചേട്ടായി അണ്ണാക്കുളി. ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും പറ്റും. പറഞ്ഞത് കാര്യമുണ്ടോ? ഇതിപ്പോ നമ്മള് കട്ടപ്പന ചന്തയിൽ നിന്ന് തമിഴ്നാട്ടിലുള്ള ബസ് വരും ഇവിടെ. അങ്ങനെ അയ്യോ സോറി ചേട്ടാ, കട്ടപ്പന തമിഴ്നാട്ടിലുള്ള ബസ് വരും. അങ്ങനെയാണോ ഇത് ഇവിടെ? ഒച്ച വെക്കരുത്. ഇല്ല. അവന്റെ അടുക്കൽ ഞാൻ കില്ലറാന്നുള്ള കാര്യം പറയുകയും ചെയ്തു. ഇല്ല. ഒച്ചയും അനക്കില്ല വെച്ച് കഴിഞ്ഞാൽ സൈലന്റായിട്ട് നിന്നെ എന്ത് ചെയ്യാനെന്ന് പറ. ചേട്ടായോട് ചോദിക്കാം. ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കണ്ട്. ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്നാ ചേട്ടാ ഒന്ന് അങ്ങോട്ട് വന്നേ. ബാബു, ചേട്ടാ ഇപ്പുറത്തേക്ക് വന്നേ. എന്നതാണ് ഇത്? ഒരു ഹാർപ്പിക്ക് മേടിക്കുമ്പോ ഒരു സോപ്പ് ഫ്രീ എന്ന് പറയണ പോലെ നീ കയറി വരണത്. അതിന്റെ സംഭവം അറിയാവോ? എനിക്ക് ഈ പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് കണ്ട കാര്യമില്ല. എനിക്ക് രഹസ്യം പറയണം. ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് പോ. അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം എടുത്തോടുത്ത് തന്നെ വെക്കണമെന്ന്. വല്ല ഓട്ടോയിലും കയറി ദുബായി കൊല്ലരുത് പ്ലീസ്. മരണഭയം വല്ലാണ്ട് ഉള്ളിലുണ്ടല്ലോ. പിന്നല്ലേ? നിന്റെ മരണത്തിന് വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിക്കും. അയ്യോ, താങ്കളുള്ള സമയം ആരംഭിക്കുകയാണ്. ടിക് ടിക് 1 2 3. അട്ടിക്ക 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 അട്ടിക്ക. ടിക്കാന്നോ? പൊട്ടിയില്ല. പൊട്ടിയില്ല? ഇല്ല. മനസ്സിലായില്ല? ഇല്ല. അയ്യോ, എന്റെ പൊന്നു സുഹൃത്തെ, ഇതൊരു മോക്ക് ഡ്രില്ലായിരുന്നു.
മനസ്സിലായില്ല? ഞങ്ങള് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാഫുകളെല്ലാം കൊണ്ട് നടത്തുന്ന വിമാനത്താവളത്തിൽ ഒരു തീവ്രവാദിയോ ഒരു സീരിയൽ കില്ലറോ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ആൾക്കാർക്കുള്ള ഒരു ചെറിയൊരു ബോധവൽക്കരണം. പേടിച്ചു പോയോന്നോ? എനിക്കത് കണ്ടപ്പോഴേ പക്ഷെ അത്ര വലിയ സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് ശരിക്കുള്ള ബോധവൽക്കരണം. കാരണം നിങ്ങൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവം സംഭവിച്ചാൽ ഇതോടെ സീരിയൽ കില്ലർ നിങ്ങൾ എങ്ങനെ നേരിടും? അതിനു വേണ്ടിയുള്ള സംഭവം. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട. എന്റെ ദൈവമേ, അത് മോക്ടില്ല. പിന്നെ എനിക്ക് അറിയാൻ പാടില്ല ചേട്ടായി. അയ്യോ എടാ, അത് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരനാണ്. പോലീസുകാരനോ? ആ ചേട്ടായിയെ, ചേട്ടായിയെ, നമ്മുടെ ദുബായ് പോക്ക് ക്യാൻസൽ ആവുമോ? നമ്മുടെ അല്ല, പിന്നെ നിന്റെ. ചേട്ടായിയെ